പല ദിവസങ്ങളിൽ ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് വരുമ്പോ MLA ആയിട്ട് മത്സരിക്കാൻ വരുമ്പോ സാബു പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് എല്ലാ ഈ പ്രദേശത്തെ നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ വോട്ടർമാരെയും കാണുന്നതിന്റെ ഭാഗമായിട്ട് ശ്രീ സാബു ജേക്കബിനെയും ഞാൻ കണ്ടിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ 2020 ഭരിക്കുന്നത്, 2020 മത്സരിക്കുന്നത് ഒന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ശ്രീനിധിന് വേണമെങ്കിൽ മത്സരിച്ചോളൂ, തോക്കാനായിട്ട് മത്സരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ആദ്യം. അതായത് ഒരു വോട്ട് ചോദിച്ച് ചെല്ലുന്ന ഒരു സ്ഥാനാർത്ഥിയെ അടുത്ത് അദ്ദേഹത്തിന്റെ മര്യാദയോടുകൂടിയുള്ള വർത്താനം, തോൽക്കാൻ വേണ്ടി എന്തിനാണ് മത്സരിക്കുന്നതെന്നായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞത്, LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് തന്നെ വളരെ അഭിമാനകരമാണ്. ഇനി നമുക്ക് നോക്കാം, റിസൾട്ട് വരട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് അന്ന് മറുപടി പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോ. പക്ഷെ ആ വീടിന്റെ പടി കടന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു, ഞാൻ തീരുമാനമെടുത്തു, ഇവിടുന്ന് ജയിച്ചുകൊണ്ടേ ഇനി മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. പിന്നീട് റിസൾട്ട് വന്നപ്പോ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞത് 2020 പേടി സ്വപ്നമായിട്ടുള്ള, അല്ലെങ്കിൽ സാബു ജേക്കബിന്റെ പേടി സ്വപ്നമായിട്ടുള്ള MLA. ഞാൻ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇനി കിടക്കുന്നേ ഉള്ളൂ. ഞാനിത് പറയാൻ കാരണം, ഈ സ്ഥാനാർത്ഥികളോട് ഇരിക്കുമ്പോ നമ്മള് ഓരോ വീടുകളിൽ ചെല്ലുമ്പോ ഇത്തരത്തിലുള്ള പല അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പല ആളുകളും പറയും. എന്തിനാ മത്സരിക്കുന്നത്, ഏതിനാ മത്സരിക്കുന്നത്? അത്തരം അഭിപ്രായങ്ങളിൽ ഒന്നും നിങ്ങൾ വീഴണ്ട. കാരണം വോട്ട് ചെയ്യാനിരിക്കുന്ന ജനത്തിന്റെ മനസ്സ് അവർക്ക് മാത്രമേ അറിയൂ. അവര് തീരുമാനിച്ചിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് തീരുമാനമെടുത്ത ജനതയാണ് കിഴക്കമ്പലത്തോട്. അവർക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് വോട്ട് ഈ കിറ്റ് കൊടുത്ത് അത് മുഴുവൻ ഈ പാണൻ പാട്ടുപാടുന്നത് പോലെ അവരെ അപമാനിച്ച് ആ കിറ്റിന്റെ പേരിൽ സാബു ജേക്കബ് ഉപയോഗിച്ച വാക്കുകളെല്ലാം എത്ര മോശപ്പെട്ട പദങ്ങളാണ്. ഞാനിവിടെ ഈ അമേരിക്കയിൽ ട്രംപ് ഉണ്ടാക്കിയ ഒരു കുഴപ്പം കാരണം വലിയ വ്യവസായങ്ങള്, ഇന്ത്യയിലെയും കേരളത്തിലെയും വ്യവസായങ്ങൾക്കൊക്കെ ഒരു പ്രതിസന്ധി നേരിട്ടപ്പോ ഈ രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ മറന്നുകൊണ്ട് എന്റെ ഒരു കൈസഹായം കൊടുക്കാലോ എന്ന് വിചാരിച്ചാണ് അന്ന് അവിടെ പോയി ഈ കിറ്റെക്സിന്റെ തുണി മേടിക്കാൻ പോയത്. ഞാൻ കുട്ടികളുടെ ഡ്രസ്സാണ് മേടിച്ചത്. പക്ഷെ അദ്ദേഹം ഇതേപോലെ വേദിയിലിരുന്ന് എത്ര മോശപ്പെട്ട വർത്താനമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതേ ഭാഷയൊന്നും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഓരോരുത്തരുടെ സംസ്കാരമാണ്. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ നമുക്ക് മറുപടി കൊടുക്കാൻ ഞാൻ പഠിച്ചത് അദ്ദേഹം പഠിച്ച സ്കൂളിലല്ല. എന്നെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്, ഞാൻ അവരെ ടീച്ചർമാരെ ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തരും വഴിവിഴിച്ചു പോയേനെ നമ്മൾ ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയത് അദ്ദേഹം പറയുന്ന അസഭ്യമായ വാക്കുകൾ കേട്ട് ആ വേദിയിലിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാര്, വനിതകളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം കൈയടിച്ച് അദ്ദേഹത്തിന് വലിയ പിന്തുണ. എങ്ങനെയാണ് ഒരു സംസ്കാരശൂന്യമായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ, അത് നാട്ടിലെ ജനപ്രതിനിധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു സ്ഥിരകാല ബോധമുള്ള ആരെങ്കിലും അത്തരത്തില്, അതും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് അതിന് ഇത്ര കാരണം സാബു ജേക്കബ് മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം, 2020 ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പിണറായി വിജയനെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ സ്ഥലം MLA ചീത്ത വിളിക്കും. ഇതല്ലാതെ അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ? അപ്പൊ ഞാൻ പലപ്പോഴും ഈ 2020 ഐക്യനാട് പേജിൽ നിന്ന് ഒരു ദിവസം എന്റെ MLA ഒഫീഷ്യൽ പേജിലേക്ക് ഒരു മെസ്സേജ്, ഒരു വെല്ലുവിളി, നിങ്ങൾ പരസ്യമായിട്ട് സാബു ജേക്കബുമായിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പരസ്യ വെല്ലുവിളി നടത്തി. എനിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം സാബു ജേക്കബിനെ കിട്ടാന്ന് പറയുന്നത്
നരേന്ദ്രമോദിയെ കിട്ടുന്നത് തുല്യമാണ്. കാരണം പത്രക്കാരുടെ മുമ്പിൽ ഇവരൊന്നും ഈ റേഡിയോ പോലെയാണ്, തിരിച്ചൊരു മറുപടി ഇല്ലല്ലോ. അപ്പൊ സാബു ജേക്കബ് ഞാൻ ഉടനെ മറുപടി കൊടുത്തു, നിങ്ങളുടെ സ്ഥലവും സമയവും നിശ്ചയിച്ച് തന്നാൽ മതി, ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കിഴക്കമ്പലത്തെയും കേരളത്തിലെയും കുന്നത്തുനാട്ടിലെയും രാഷ്ട്രീയത്തെ കുറിച്ച്, വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് നമുക്ക് ഒരു ഡിബേറ്റ് നടത്താം. മറുപടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ തോന്നി ഒന്നും കൂടി ഒന്ന് നാട്ടുഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ചൊറഞ്ഞേക്കാന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും താഴെ പോയി ഒരു കമന്റ് കൊടുത്തു. മറുപടി ഒന്നും കിട്ടിയില്ലല്ലോ, ഞാൻ കാത്തിരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ ഒരു മറുപടി, ഞങ്ങളുടെ സാബു ജേക്കബ് അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ ഇതാണ് സാബു ജേക്കബ്. സാബു ജേക്കബിന് പുറത്തിറങ്ങണമെങ്കിൽ നമ്മുടെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന 3-4 പോലീസുകാരെ വേണം. ആ പോലീസിന്റെ ശക്തി ഇല്ലാണ്ട് സാബു ജേക്കബിന്, അദ്ദേഹം ജനിച്ച് വളർന്ന നാടല്ലേ ഇത്. ഒന്ന് കിഴക്കമ്പലം ടൗണിൽ കൂടി പോകണമെങ്കിൽ പോലീസുകാരുടെ ആവശ്യമുണ്ടോ? ഇത്രയേ ഉള്ളൂ സാബു ജേക്കബ്. ഒന്ന് ആണായിട്ട് നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നോട്ടടിക്കുന്ന ആളേ ഉള്ളൂ സാബു ജേക്കബ്. അങ്ങനെ ആണായിട്ട് ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ഒട്ടനവധി സഖാക്കളിരിക്കുന്ന വേദിയാണെന്ന തിരിച്ചറിവ് സാബു ജേക്കബിന് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ കിഴക്കമ്പലത്ത് എത്ര സ്ഥാനാർത്ഥികൾക്ക്, എത്ര പഞ്ചായത്ത് മെമ്പർമാർക്ക് അവര് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മഴുവന്നൂര് വൈസ് പ്രസിഡന്റ് അടക്കം സീറ്റ് കൊടുത്തില്ല. ഇപ്പൊ ഇവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ മെമ്പർമാര് സിംഗപ്പൂർ മോഡലാക്കി എന്നല്ലേ പറയുന്നത്. എന്തുകൊണ്ട് മഴുവന്നൂര് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം സീറ്റ് കൊടുത്തില്ല? കുന്നത്തുനാട് എത്ര പേർക്ക് കൊടുത്തില്ല? കിഴക്കമ്പലത്ത് എത്ര പേർക്ക് കൊടുത്തില്ല? ഇതെല്ലാം ചർച്ച ചെയ്യണ്ടേ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇവരുടെ മികച്ച മെമ്പർമാരെന്ന് പറയുന്ന ആളുകൾക്ക് സീറ്റ് നിഷേധിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിശദീകരണം കൊടുക്കണ്ടേ? കാരണം 5 വർഷക്കാലം ഈ നാട് പൊന്നാക്കിയെന്ന് വിമ്പളക്കുകയും മറിച്ച് അവർക്ക് സീറ്റ് നിഷേധിക്കുമ്പോൾ അതിന് ജനങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി കൊടുക്കണ്ടേ? ഇപ്പോ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീല ചേച്ചി പറഞ്ഞത് എത്ര ഹൃദ്യമായിട്ടാണ് അവര് ആ ഒരു വികസന കാഴ്ചപ്പാട് പറഞ്ഞത്. കേവലം 400 രൂപ ഒരു കിറ്റ് കൊണ്ടുപോയി കൊടുത്തത്, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടിന്റെ മുമ്പിൽ കൊണ്ട് ഉപേക്ഷിച്ച നിലയിൽ ഒരു കിറ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു 400 രൂപയുടെ കിറ്റാണോ? മറിച്ച് ക്ഷേമ പെൻഷനുകളടക്കം ഒരു മാസം ഒരു കുടുംബത്തിന് കഴിയാൻ 5000 മുതൽ 7000 രൂപ വരെ സർക്കാർ കൊടുക്കുന്നതാണോ ജനങ്ങൾക്ക് വേണ്ടതെന്ന് ഇവിടുത്തെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള 2020 പ്രവർത്തകർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ നമ്മുടെ ചികിത്സാ സഹായം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 10,000 മുതൽ 3 ലക്ഷം രൂപ വരുന്ന ചികിത്സാ സഹായം നിങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 4 വർഷക്കാലം 10 കോടി രൂപ അടുത്ത് ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുത്തത്. PWD വർക്കുകൾ, PWD റോഡുകൾ, ഏകദേശം 250 കോടി രൂപയിലധികം PWD റോഡുകൾ തന്നെ നമുക്ക് പണിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ ഏകദേശം 90% റോഡുകൾ പണി കഴിഞ്ഞു. ആകെ ഇനി ഒരു മുടങ്ങിക്കിടക്കുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോഞ്ഞാശ്ശേരി ചിത്രപ്പുഴ റോഡാണ്. അതിന്റെ ചരിത്രം ഞാൻ ഇന്നുകൂടി, കാരണം അതെല്ലാം ടെൻഡറും കഴിഞ്ഞോ, കോൺട്രാക്ടർ പണിയെടുക്കാൻ പോയപ്പോ ഈ സാബുവിന്റെ ബിനാമി കോൺട്രാക്ടർ വിജയ് കൺസ്ട്രക്ഷൻ വീണ്ടും ഹൈക്കോടതിയിൽ പോയി അത് ഇപ്പൊ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇത് പറയാൻ കൊള്ളില്ല, പക്ഷെ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാര് ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്റ്റേ കൊടുക്കില്ലായിരുന്നു. കാരണം എത്രയോ തവണ ഈ വർക്കായി ബന്ധപ്പെട്ട് 6-7 തവണയാണ് ഈ വിജയ് കൺസ്ട്രക്ഷൻ, ഇനി മുതലാളിയോടുള്ള ദേഷ്യം കൊണ്ടാണോന്നറിയില്ല, മുതലാളിയുടെ മുമ്പിൽ കൊടുക്കണം പോകുന്ന റോഡ് മോശമായി കിടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ആ വർക്ക് നീട്ടി വെച്ച് അത് മുടക്കിയത്. ഇപ്പോഴും മുടങ്ങി കിടക്കുകയാണ് ബാക്കി എല്ലാ റോഡുകളും തന്നെ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് 250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ PWD മാത്രം നടപ്പിലാക്കിയിട്ടുണ്ട്. 1222ഓളം വീടുകൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 954 വീടുകൾ പണി പൂർത്തീകരിച്ചു. അങ്ങനെ എത്ര വർക്കുകൾ. ഇപ്പൊ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിയോജകമണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ 450 കോടി രൂപ അനുവദിച്ചു. അതിന്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ 2000 കോടി രൂപയോളം ഈ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ന്യൂസ് 16 ചാനലില് രാഹുല് ഒരു ന്യൂസ് ചെയ്തപ്പോ 2000 കോടി ക്ലബിലേക്ക് കുന്നത്ത് നാട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ന്യൂസ് ചെയ്തപ്പോ സാബുവിന് വിരളി പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പുലർഭ്യം പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. ഇതെന്റെ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോയതല്ലെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാനെന്തോ വീട്ടിലേക്ക് കൊണ്ടുപോയതാണെന്ന്. സാബു ജേക്കബിന്റെ തൊഴിൽ എനിക്കില്ല എന്നാണ് വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന കാവുങ്ങപ്പറമ്പ് ഇവരുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടല്ലോ, ആ വാർഡിലേക്ക് എങ്ങനെ മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു വാർഡിലും പോയി ഞാൻ പ്രചരണം നടത്തില്ലായിരുന്നു. അന്ന് കാവുങ്ങപ്പറമ്പില് അവരുടെ ആ സ്ഥാനാർത്ഥി എന്താണ് നിഷ അലിയാണ്. ഞാൻ അവരൊരു ഏതെങ്കിലും വാർഡിൽ മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ക്യാമ്പയിൻ ചെയ്ത്, കാരണം 4 ചെറുപ്പക്കാരെ അനാവശ്യമായിട്ട് കൊലപാതക കുറ്റത്തിൽ ആ കുറ്റം മുഴുവൻ ആ ചെറുപ്പക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഗൂഢാലോചന നടത്തിയ, ഏറ്റവും കൂടുതൽ അഭിനയം നടത്തിയ ആ സ്ഥാനാർത്ഥിയെ നമ്മൾ അങ്ങനെ വെറുതെ വിട്ടോ ശരിയാവൂ? അല്ലെ, ഞാൻ പ്രചരണത്തിലുണ്ട്, ഏതെങ്കിലും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ അല്ലെ, നമുക്ക് അവരെ ഒന്ന് ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ രീതിയിൽ തന്നെ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട്. അപ്പൊ അത്തരത്തിൽ ഓരോ കള്ളപ്രചരണങ്ങളും, ആ കള്ളപ്രചരണങ്ങളോ ഓരോന്നും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടാണെന്നോണം ഇപ്പോ ആകെ കിഴക്കമ്പലത്ത് ഒരു വികസനം എനിക്ക് കാണാൻ കഴിഞ്ഞത്, എനിക്കറിയില്ല നിങ്ങളുടെ കണ്ണുകൾ എങ്ങനെയാണ് തുറന്നിരിക്കണേന്ന് എനിക്കറിയില്ല. കിഴക്കമ്പലം ടൗണിൽ ഇപ്പോ ഒരു 2 കുറ്റിയും അല്ലെ, ഒരു വെള്ള ടാർപ്പായ അണിഞ്ഞ ഒരു വെയിറ്റിംഗ് ഷെഡ് വന്നിട്ടുണ്ട്. അതിലപ്പുറം എന്താണ് വികസനത്തിന്റെ കാഴ്ചപ്പാട്? ഇപ്പൊ നിതാമോട് സംസാരിച്ച് ഇന്നലെ അറിയരുത്, ഓരോ പഞ്ചായത്തിലും വികസനം നടക്കുന്നത് എന്താണ് വികസനമെന്ന് സാബു തീരുമാനിക്കും. ആ സാബു തീരുമാനിക്കുന്നതിന്റെ അപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് സംസാരിക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര് അല്ലെങ്കിൽ MLA, നമ്മൾക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്. കാരണം ഏതെങ്കിലും റോഡ് മോശമായി കിടക്കുന്ന ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫോളോ അപ്പ് ആണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാം നമ്മൾക്ക് ചെയ്യണം. ഞാനിത് വളരെ നിസ്സാരമായിട്ട് പറയുകയല്ല, അത്രത്തോളം ഇവിടുത്തെ വികസന കാര്യങ്ങളിൽ നിരന്തരമായിട്ട് നമുക്ക് ഇടപെടുമ്പോൾ നമുക്കറിയാം സാധാരണക്കാരായ ജനങ്ങൾ എത്രത്തോളം നമ്മളെ ഒരു ജനപ്രതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ ഏതെങ്കിലും ഒരാൾക്ക് ജനപ്രതികളുടെ അടുത്ത് ചെല്ലാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇവരുടെ ഒരു മെമ്പറെ, അല്ലെങ്കിൽ ഈ പറയുന്ന സാബു ജേക്കബിനെ കാണണമെങ്കിൽ 10 കടമ്പകൾ കടന്നല്ല അദ്ദേഹത്തിന് കാണാൻ കഴിയുള്ളൂ. പോലീസിനെയൊക്കെ വലയം ഭേദിച്ച് അദ്ദേഹത്തിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഈ പ്രശ്നം ചിലപ്പോ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജനാധിപത്യ ചേരിയിൽ, ഇടതുപക്ഷ ചേരിയിൽ മിടുക്കരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഇവിടെ തുടങ്ങിയ പോരാട്ടം, അന്ന് എനിക്ക് തോന്നുന്നത് കെ അനിൽകുമാറും ബിജു മാത്യുവും KV ഏലിയാസും അടക്കമുള്ളവര് തുടക്കം കുറിച്ച ഒരു പ്രതിഷേധം ഇന്ന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് മാറ്റപ്പെടുകയാണ്. അവിടെയാണ് കഴിഞ്ഞ 5 വർഷം മുമ്പ് മാത്രം ഇവരുടെ പോരാട്ടത്തിലേക്ക് കിഴക്കമ്പലത്ത് എന്റെ അടുത്ത് പല ആളുകളും ഉപദേശിക്കുകയായിരുന്നു, എന്തിനാ നിങ്ങൾ കിഴക്കമ്പലത്ത് കിടന്ന് ഈ കറങ്ങുന്നത്? കിഴക്കമ്പലം ഇല്ലെങ്കിൽ PV ശ്രീനിധൻ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ ജനാധിപത്യ ധ്വംസനം നടത്തുന്ന 2020 പാർട്ടിയെയും സാബു ജേക്കബിനെയും രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് സാബു ജേക്കബിനോട് ഒരു വിരോധവുമില്ല. അദ്ദേഹത്തിന്റെ കമ്പനിയോട് എന്താ എനിക്ക് വിരോധം? അങ്ങനെ ഉണ്ടായിരുന്നു ഞാനോട് പോയി സാധനം മേടിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ആവശ്യമാണ് PV ശ്രീനിധൻ സാബു ജേക്കബിനെതിരെ പറയുമ്പോഴും 2020-ക്കെതിരെ പറയുമ്പോഴും വളരെ ബുദ്ധിപൂർവ്വം അത് കിറ്റെക്സ് കമ്പനിക്കെതിരെ ആക്കി മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ബുദ്ധിയാണ്. ആ ബുദ്ധി നമ്മൾ ഏറ്റെടുക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും വികലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ എല്ലാം മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കുന്നത്ത് നാട്ടിലെയും എറണാകുളം ജില്ലയിലെയും കേരളത്തിലെയും ഒരു കാലത്ത് പല ആളുകളും ഇവിടുത്തെ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി, ഞാൻ ഏത് പഞ്ചായത്താണെന്ന് പറയുന്നില്ല, പഞ്ചായത്ത് സെക്രട്ടറി എന്റെ അടുത്ത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വിളിച്ചു, എന്റെ പൊന്ന് സാറേ, ഞാൻ ഈ കിഴക്കമ്പലം അല്ലെങ്കിൽ കുന്നത്തുനാട് അല്ലെങ്കിൽ 2020 എന്നൊക്കെ പറഞ്ഞപ്പോ വല്ലാതെ എണ്ണം മോഹിച്ചു പോയി.
സിംഗപ്പൂരാണെന്നൊക്കെ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പൊ ഈ കിറ്റെക്സ് കമ്പനിയുടെ അകത്ത് ഈ അല്പം വിദ്യാഭ്യാസമുള്ള ഹൈടെക് ആയിട്ടുള്ള ഒരു 450 പേരുടെ ഒരു ഗ്രൂപ്പ് ഇപ്പൊ സാബു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്നാണ് അറിയുന്നതാണ് നിങ്ങളുടെ വിചാരം. എല്ലായിടത്തും നമ്മുടെ ചാരന്മാരുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ പാർട്ടി സഹാക്കളെല്ലാം കമ്പനിയുടെ എത്രയോ ആളുകൾ ചോദിച്ചു സാബുവിന്റെയൊക്കെ മറ്റേ ഇതൊക്കെ എടുത്തിട്ടാണ്. അല്ല, 450 432 എന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. 432 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാന ജോലി എന്താ? എം എൽ എയുടെ കൊച്ചിന്റെ പിറന്നാള് അറിയിച്ചാലും അടിയിൽ വന്ന് ചീത്ത പറയും. MLA വികസന കാര്യം പറഞ്ഞാലും. അപ്പൊ ഞാനിങ്ങനെ ഇത് എന്തുവാ ഇത്ര പെടുന്ന ആളുകൾ ഇങ്ങനെ രാവിലെയും വൈകിട്ട് എന്നെ ചീത്ത. അപ്പൊ ഓരോരുത്തരുടെയും പ്രൊഫൈൽ നോക്കുമ്പോ രാജൻ വണ്ടൂര്, വിനോദ് കഞ്ഞിക്കുഴി, ഓരോ ദിവസവും ഫേസ്ബുക്കിന്റെ പേജുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ ഞാൻ കുറച്ച് ഹോംവർക്കുകളൊക്കെ നടത്തി. ഇതിന്റെ അകത്തേക്കൊട്ടൊന്നും നുഴഞ്ഞു കയറണമല്ലോ. ഈ കിറ്റെക്സ് ഇതിന്റെ ഹൈടെക് അവര് ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടി. 432 പേരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാന ജോലി കിറ്റെക്സ് കമ്പനിയിൽ ജോലി ചെയ്തതിനും കുഴപ്പമില്ല, MLA രാവിലെയും വൈകിട്ടും നല്ല ചീത്ത വിളിക്കുക. അപ്പൊ പൊതുവെ ഈ പ്രൊഫൈൽ നോക്കുന്ന ആളുകൾ നോക്കുമ്പോ ഫുൾ ചീത്തയാണല്ലോ എന്ന് പുറം ലോകം അറിയുമല്ലോ. അങ്ങനെ കേരളത്തിലെ പല സ്ഥലത്തും പല ആളുകൾക്കും പൈസ കൊടുത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാരിനെ മോശമാക്കി MLA മോശമാക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ സാബു എല്ലാ പഞ്ചായത്തുകളും കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ 30,000 40,000 രൂപ ശമ്പളം. പ്രധാന ജോലി എന്താ? സാബു പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടത്തുക. അവരിലും ഞാൻ ഉറപ്പിച്ച് പറയാം, അവരിലും MLA ആളുകൾ സാബു കണ്ടുപിടിക്കും. സാബു കണ്ടുപിടിച്ച് ഇതൊക്കെ ഞാനിത് തുറന്നു പറയാൻ കാരണം എന്താ അറിയോ? കുറച്ചുറക്കം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത് കേട്ട് കഴിയുമ്പോ സ്വാഭാവികമായിട്ടും നാളെ തുടങ്ങി വീണ്ടും ഹാലിളകാൻ തുടങ്ങും. ഏതായാലും ഇതിനുള്ള മറുപടി അടുത്ത മറ്റേ സ്റ്റേജ് വെച്ച് എനിക്ക് തെറി കിട്ടും. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പോരാട്ടം അവസാനിക്കുന്നത് സാബു ജേക്കബ് ഈ പണി നിർത്തി പോകുന്നത് വരെ എന്റെ പോരാട്ടം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.